ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാൻ റോക്ക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സാധനം സ്ഥിതി ചെയ്യുന്നത് അമ്പലവിലാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു കോഫി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഫി എസ്റ്റേറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തെങ്ങി നിൽക്കുന്ന സിൽവർ റോക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ ഇലയൊക്കെ വന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു ബിൽഡിംഗ് കേട്ടോ. ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊരു ചായക്കടയായിരുന്നു. അപ്പോൾ ഇതിന് താഴേക്ക് നമുക്ക് കാപ്പി ഉണക്കുന്ന സ്ഥലം, എസ്റ്റേറ്റും കാര്യങ്ങളും അവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. മുന്നോട്ട് പോയേക്കാം. അപ്പോൾ ഈ ബിൽഡിംഗ് ഉണ്ടോ, ഇത് ഫുള്ള് നമ്മുടെ പലകയും ചുടുകട്ട ഉപയോഗിച്ചിട്ട് കെട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ വാതിൽ മുമ്പൊക്കെ എല്ലാം പലകയും കൊണ്ട് അടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലൊന്നും ആരും ഇപ്പോൾ താമസമില്ല കേട്ടോ. അപ്പോൾ ഈ കമ്പി ഇട്ടിരിക്കുന്ന ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഫോറസ്റ്റാണ്, ഇതിലും ഫോറസ്റ്റ് വിടുന്നുണ്ട്, അതിനിടയിൽ കൂടെ കാഫിയുണ്ട്. ഇത് അതുപോലത്തെ ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇങ്ങോട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ആ കാപ്പി ഉണക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ അങ്ങനെ ഏരിയകളിലാണ് കാപ്പി പറിച്ചിട്ട് ഉണക്കുന്നത്. ഉള്ള പഴയ ബിൽഡിങ്ങുകളെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതുണ്ടാക്കിയ ബിൽഡിങ്ങാണ് കേട്ടോ എല്ലാം. ഞാനിന്ന് ഇവിടെയുള്ള അമ്പലവിലാണ്. നമ്മളെ ഫാൻ റോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിനടുത്തുള്ളൊരു കോറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതാ വെള്ളം കെട്ടിക്കുന്നതാണ്. അത് അമ്പലവിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മീനങ്ങാടി റോട്ടിൽ വന്നാലും, അതേപോലെ മീനങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇത് ഇവിടെയുള്ളൊരു കരിക്കൽ കോറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ഫാൻ റോക്ക് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, അവിടെ നമുക്കിങ്ങനെ ഇതുപോലെ കുറയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം കേട്ടോ. നല്ല വെള്ളം കേട്ടോ ഇതിനകത്ത്. അടിപൊളി കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഇങ്ങനെ പോലെ ഒരു 10 അടി താഴ്ചയൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ഇതിൻ്റെ മേലേക്ക് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു വ്യൂ നമുക്ക് കിട്ടും. വഴിയുണ്ടോ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ താഴെ നേരത്തെ പോയി നോക്കിയ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തൂടെയാണ് അപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ താഴെ കിടന്ന വെള്ളക്കെട്ട് നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ മേലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കണം. പരമാവധി ഇതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. ഡേഞ്ചറാണ്. യാതൊരു സുരക്ഷ ഒന്നുമില്ല ഇവിടെ. ഇവിടെ എന്തോ ചെങ്ങടം പോലെ എന്തോ കാണുന്നുണ്ടല്ലോ. ഇതാണ് കോറി, ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക. ഒരടി തെറ്റിയാൽ താഴെ പോകും. ഇവിടെ ഒരു സേഫ്റ്റി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ അമ്പൂത്തിമല കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ച കേട്ടോ. അത് ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മുമ്പോട്ട് പോയേക്കാം. ഓ ഗൈസ്, അമ്പോ, നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്നു. നല്ല ആഴം കേട്ടോ. ഇതാ എൻഡിങ്. എൻ്റെ കാല് ഇതാ അവിടെ എത്ര എൻഡിങ് ഗൈസ്.
കേട്ടോ. ഗേറ്റ് ഓപ്പൺ ഇല്ല, ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വരുന്ന പടച്ചോനെ പെട്ടോ. ഭയമില്ല എനക്ക്, പോടാ. ഇതിലൂടെ അങ്ങനെ മേലേക്ക് കയറി പോകണം. അന്ന് കുറേ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ അവിടെ, സഞ്ചാരികൾ വന്നിട്ടുണ്ട്. താഴെ കുറേ വാഹനം കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്കിതിലെങ്ങനെ മേലേക്ക് കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട്. കാടിൻ്റെ ഉള്ളിലൊക്കെ അതുപോലെ പാറക്കൂട്ടങ്ങളിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഗുഹ പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം പാറയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോറിയൊക്കെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ വയനാട്ടിലെ ഫാൻറ്റം റോക്ക്. ഇനി വരികയാണെങ്കിൽ നല്ല വ്യൂ കേട്ടോ, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ എല്ലാം പാറഖനനം നടന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ കാണുന്നതാണ് നമ്മൾ ഫാൻറ്റം റോക്ക്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്കതിൻ്റെ ഒരു തലഭാഗത്തിൻ്റെ അവിടം വരെ നമുക്ക് കയറാം കേട്ടോ. ഒരു ട്രെക്ക് ചെയ്ത് കയറണം. അതിൻ്റെ മുകളിലെല്ലാം ആളുണ്ട്, അവിടെ എല്ലാം ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ട്രക്ക് ചെയ്തൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി. അവിടെ ആളിരിക്കുന്നത് കണ്ടോ നിങ്ങൾ. അപ്പം അവിടെ വരെ നമുക്ക് ടോപ്പിൽ വരെ കയറാം. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ മലേൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് ട്രക്ക് ചെയ്ത് കയറാം. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ വ്യൂ. എന്നിട്ട് ഇവിടുത്തെ പാറ പൊട്ടിച്ചിട്ട് അത് പൊടിച്ച് മണലാക്കുന്ന സ്ഥലം, ക്രഷറി. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണാം കല്ല് വെച്ച് കൊടുക്കുന്ന ഇങ്ങനെ പോയിട്ട് അവിടെ ഇതിനുള്ളിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് കൂടെ കറങ്ങി പൊടിഞ്ഞ് വരുന്ന പ്രോസസ്സ് സാധനം ഇവിടെ നടക്കുന്നത്. നേരെ അവിടെ പോയിട്ട് മണൽ വീഴും, അവിടുന്ന് കോരി ലോഡാക്കി വിടും. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, തൊട്ട് താഴേതാ, നമ്മൾ ഈ ഫാൻറ്റം റോക്കിന് തൊട്ട് താഴെയാണ്. അപ്പോൾ ഇവിടുത്തെ പല പാറ പൊട്ടിക്കൽ ഭീഷണികളൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഭീഷണിയിലാണ് ഈ സാധനം ഉള്ളത്. ഇപ്പോൾ ഭാവിയിൽ സാധനം ഇവിടെ ഉണ്ടാവുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കാഴ്ചകൾ. അപ്പോൾ ഇനി ഇതുപോലുള്ള കാഴ്ചകൾക്കായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വേറെ ഒരു വീഡിയോ വരുന്നവരേക്കും